മുഹമ്മദിനെ പോലെ SMA ബാധിച്ച മറ്റൊരു കുഞ്ഞുകൂടിയുണ്ട് കണ്ണൂരിൽ. ചപ്പാരപ്പടവിലുള്ള കുഞ്ഞ് ഖാസിമിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ 18 കോടി രൂപയുടെ മരുന്ന് വേണം. ഒന്നാം പിറന്നാളിന് ഉപ്പുപ്പ വാങ്ങിക്കൊടുത്ത കുഞ്ഞൻ സൈക്കിളാണ് ഖാസിമിന്റെ പ്രധാന കമ്പനി. അവനതിൽ ബെല്ലടിച്ച് വീട് മുഴുവനും ചുറ്റിക്കറങ്ങണം. പക്ഷേ സൈക്കിളിൽ കയറി ഇരിക്കാനല്ലാതെ ചവിട്ടാൻ കാലനങ്ങില്ല. അത് മറ്റുള്ള കുട്ടികളെ കാണുമ്പോൾ അവൻ ആദ്യം നോക്കിക്കാ കുട്ടികളിങ്ങനെ പുറത്തിരിക്കുന്ന സമയത്തായിരിക്കും അവർ നടന്നു വരിക. അപ്പോൾ ആദ്യം അവർ നോക്കിക്കായി ഇങ്ങനെ നോക്കി കുറച്ച് സമയം ഒരു സങ്കടം പോലും എനിക്ക് ഉണ്ടാവും, ഒന്നും മുണ്ടൂല. അവർ പോയതിന് ശേഷം പിന്നെ നമ്മളോട് പറയും ഇക്കാക്ക പിച്ച നടക്കണം. അവർ നടക്കുന്നത് കണ്ടു നമ്മളോട് അങ്ങനെ പറയും പിച്ച നടക്കണം. അപ്പോൾ നമുക്ക് ഒരു കണ്ടെടുക്കാനൊരു ഇതാണ്. ടൈപ്പ് 2 SMA ഖാസിമിന്റെ കാലിനെയാണ് ആദ്യം തളർത്തിയത്. 18 കോടിയുടെ സോൾജൻസ്മ ജീൻ തെറാപ്പിയാണ് ഖാസിമിനും വേണ്ടത്. ബാംഗ്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സ. 2 മാസം കൂടി കഴിഞ്ഞാൽ ഖാസിമിന് 2 വയസ്സാകും. അതിനു മുന്നേ മരുന്ന് നൽകണം. ജനപ്രതിനിധികൾ ചേർന്ന് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചെങ്കിലും ആവശ്യമായ തുകയുടെ 1% പോലും ആയിട്ടില്ല. ഇന്നലെ ഇപ്പോൾ അക്കൗണ്ട് തുടങ്ങി, ഇന്ന് ഇപ്പോൾ ഒരു ഏകദേശം 1.5 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് കാസർഗോഡ് മുതൽ പിന്നെ തെക്കേറ്റത്ത് അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് മലേഷ്യ നിന്നൊക്കെ ആളുകൾ വിളിക്കുന്നുണ്ട് ഈ കമ്മിറ്റിയുടെ നിജസ്ഥിതി അറിയാൻ വേണ്ടി. എത്രത്തോളം തുക അതിൽ നിന്ന് നമുക്ക് സഹായം കിട്ടുമെന്നുള്ളത് ഇപ്പോഴും ഒരു ആശങ്ക ഉണർത്തുന്നുണ്ട്. മുഹമ്മദിനെ പോലെ ഖാസിമിനെയും നമുക്ക് ചേർത്ത് പിടിക്കാം. ഖാസിമിനും കൊടുക്കാം നമുക്കൊരു കൈത്താങ്ങ്. മുഹമ്മദിനെ പോലെ തന്നെ 18 കോടിയുടെ ആവശ്യവുമായി നമ്മുടെ മുന്നിലേക്ക് വന്ന ഈ കുരുന്നിനെ നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ പിച്ച നടക്കാൻ അവനെ സഹായിക്കാം. എല്ലാവരും ഒത്തുകൂടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. പരമാവധി ആളുകളിലേക്ക് നിങ്ങളുടെ ഷെയർ മുഖാന്തരം ഇത് എത്തപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഷെയർ ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.